ബിഗ് ബോസ് സീസൺ 7 രേണു സുധിയെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എന്തിനാണ് ബിഗ് ബോസ് വരെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. സത്യമാണ്. ഇന്നത്തെ ലൈവിൽ ഞാൻ കണ്ടാണ്. എനിക്ക് തീരെ വയ്യടി, ആരോട് പറയാണ് കേട്ടോ, എനിക്ക് തീരെ വയ്യടി, എന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നത്, എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് പോലുള്ള ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുകയാണ് അതിനകത്തേക്ക് പോകാൻ. അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിലേക്ക് ഒരു അവസരം കിട്ടിയിട്ട് ഒരു ഗെയിം പോലും പുറത്തെടുക്കാതെ അതിനകത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അർത്ഥമില്ലാത്ത കാര്യത്തിന് വഴക്കുകൂടി നടക്കുന്ന രേണു സുധിയെ കാണുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിലോ കുറേ ദേഷ്യമാണ് തോന്നുന്നത്. ഒരു സഹതാപം തോന്നുന്നില്ല. കാരണം ഭയങ്കര ദേഷ്യം. കാരണം ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തി രേണു സുധി. ഒന്നും തന്നെ അതിനകത്ത് ചെയ്യുന്നില്ല, ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് എനിക്ക് വയ്യ, എനിക്ക് വീട്ടിൽ പോകണം. ഈ വീട്ടിൽ പോകാനായിട്ട് എന്തിനാണ് രേണു സുധി അതിനകത്തോട് കയറിയത്? പുറത്തവരുണ്ടായിരുന്ന സമയത്ത് അവർ ബോൾഡ്നെസ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏഷ്യനെറ്റ് അവർ ഇത് ഒരു പ്രോഗ്രാമൊക്കെ എടുത്തത്. അപ്പോൾ ഏഷ്യനെറ്റിന് തോന്നിക്കാണും എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന്. വളരെ മോശമായി പോയി ഒരു കണ്ടസ്റ്റൻറ്റ്. ഒരു ഈ തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷനും ബിഗ് ബോസ് സീസൺ 7 രേണു സുധി നൽകുന്നില്ല. അതുകൊണ്ട് രേണു സുധി എത്രയും പെട്ടെന്ന് പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. ഒന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. വേഗം തന്നെ ഒരാൾക്ക് അകത്ത് കയറാം. അകത്ത് കയറുന്ന ആൾക്ക് കുറേ ദിവസങ്ങൾ നിൽക്കാം. രേണു സുധി ഒരു 19 ദിവസം നിന്നിട്ട് ഇതേ ലെവലിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. എന്തായാലും അങ്ങനെ എന്തായാലും രേണുസുധിക്ക് വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേണുസുധിക്ക് മതിയായിട്ടുണ്ട്. എന്തോ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് കളിക്കാൻ താല്പര്യമില്ല. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.